പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 പേർ കുടുങ്ങി. നർണി ആലാങ്കടവ് കോസ്വേക്ക് താഴെ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, എപ്പോഴാണ് ഇവർ ഇവിടെ കുടുങ്ങിയത്? എത്ര നേരമായി ഇവർ കുടുങ്ങിയിട്ട്? ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ശ്രുതി, അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഒരു അപകടം പാലക്കാട് ചിറ്റൂരിൽ ഉണ്ടായത്. ചിറ്റൂർ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ 4 പേരാണ് കുടുങ്ങിയത്. നർണി ആലാംകടവ് കോസ്വേക്ക് സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. കുളിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങുന്ന സമയത്ത് ഈ ഗായത്രി പുഴയിൽ ജലനിരപ്പ് കാര്യമായി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇവിടേക്ക് ജലനിരപ്പ് ഉയരുകയായിരുന്നു. വെള്ളം ഇരച്ചെത്തിയെന്നാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു വനിത ഉൾപ്പെടെ 4 പേരാണ് ഈ പുഴയ്ക്ക് നടുവിലുള്ള, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന, ഒരുപക്ഷെ ദൃശ്യങ്ങൾ കാണുന്ന ഈ പാറയിൽ കുടുങ്ങി കിടന്നത്. ഇതിൽ ഒരു വനിത ഉൾപ്പെടെ ഉണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ലഭ്യമായത്. ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ വിവരം അവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് പറയുന്നത്, ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ആ കുടുങ്ങിയ 4 പേരിൽ ഒരാളെ കരക്കെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റു 3 പേരെയും എത്രയും പെട്ടെന്ന് തന്നെ കരക്കെത്തിക്കാൻ കഴിയും എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അവിടേക്ക് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് മന്ത്രി തന്നെ നേരിട്ട് ഏകോപനം ചെയ്യുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏതായാലും ലഭിച്ചിട്ടുള്ളത്. 4 പേർ ഇന്ന് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയ 4 പേരാണ് ഈ ചിറ്റൂർ പുഴയിലെ ഈ നർണി ആലങ്കടവ് കോസ്വേക്ക് സമീപത്ത് വെച്ച് ഈ പുഴയ്ക്ക് നടുവിൽ കുടുങ്ങിപ്പോയത്. ഏതായാലും ഇവരിൽ ഒരാളെ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി രക്ഷപ്പെടുത്തി കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റുള്ള ആളുകളെ ഉടൻ തന്നെ എത്തിക്കും എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. ഇവർ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഈ പുഴയുടെ ജലനിരപ്പ് കുറവായിരുന്നു. പെട്ടെന്ന് ഇവിടേക്ക് ഈ വെള്ളം ഇരച്ചെത്തി എന്നാണ് പറയപ്പെടുന്നത്. ഇവർക്കൊപ്പം മറ്റാളുകൾ ഉണ്ടായിരുന്നു എന്നുൾപ്പെടെ വിവരങ്ങൾ തേടുന്നുണ്ട്. ഏതായാലും 4 പേരാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഈ ജലം ഇരച്ചെത്തിയത് കൊണ്ട് തന്നെ ഈ പുഴയ്ക്ക് നടുവിൽ കുടുങ്ങിപ്പോയത്. ആശ്വാസകരമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത്, ഇവരെ ഇപ്പോൾ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. ഒരാളെ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റു 3 പേരെയും ഉടൻ തന്നെ കരയ്ക്ക് എത്തിക്കാൻ കഴിയുമെന്നൊരു വിവരമാണ് ഫയർഫോഴ്സിൽ നിന്നും മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും അവിടേക്ക് എത്തിയിട്ടുള്ള നാട്ടുകാരിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. ശ്രുതി, ഇക്ബാൽ, ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു പാറയ്ക്ക് മുകളിലാണോ അവർ നിൽക്കുന്നത്? എങ്ങനെയാണ് അവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നത്? ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഈ പാറയ്ക്ക് സമീപത്തേക്ക് എത്തി അവിടെ നിന്ന് വടം കെട്ടി കരയിലേക്ക് ഇവരെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അവിടെ എത്തിയിട്ടുള്ള ആളുകളിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം അങ്ങനെയാണ്. ഈ പാറയിൽ നിന്നും കരയിലേക്ക് ഒരു കയർ ഉപയോഗിച്ച് ഒരു വടം കെട്ടിയിരിക്കുകയാണ്. അതിലൂടെ ഈ ഒരു ഓരോ ആളുകളെയും ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ ധരിപ്പിച്ചുകൊണ്ട് അവരെ മെല്ലെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരാളെ പൂർണ്ണമായും കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വ്യക്തിയെ ഇപ്പോൾ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ ധരിപ്പിച്ച് ഇയാളെയും കരയ്ക്ക് എത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നേരത്തെ മഴയുള്ളത് കൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രദേശത്ത് മഴയ്ക്ക് നേരിയ ഒരു ശമനമുണ്ട്. ഉദ്യോഗസ്ഥർ ചേർന്ന് ഇപ്പോൾ വടം കെട്ടി ഓരോ ആളുകളെയും ഇപ്പോൾ കരയ്ക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് ജലം ഈ പുഴയിലേക്ക്, ഗായത്രി പുഴയിലേക്ക് പെട്ടെന്ന് ജലം ഇരിച്ചെത്തിയതാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മൂലക്കരയിൽ നിന്നുൾപ്പെടെ ചെറിയ രീതിയിൽ ജലം തുറന്നു വിട്ടിട്ടുണ്ട്. അതാണ് ഗായത്രി പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമെന്നാണ് ലഭ്യമാവുന്ന വിവരം. ഏതായാലും ചിറ്റൂർ ഈ നർണി കോസ്വേക്ക് സമീപത്തായാണ് ഇത്തരത്തിലൊരു അപകടം 1 മണിയോടുകൂടി ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു വനിത ഉൾപ്പെടെ 4 പേരാണ് ഈ പുഴയ്ക്ക് നടുവിലുള്ള ഈ ഒരു പാറക്കെട്ടിൽ കുടുങ്ങിപ്പോയത്. ഇവർ കുളിക്കാൻ വേണ്ടി ഈ പ്രദേശത്തേക്ക് എത്തിയതായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരം ഇപ്പോൾ രക്ഷാദൗത്യത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നു. ഇവരിൽ കുടുങ്ങിക്കിടന്ന ഓരോ ആളുകളെയും ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം വടം കെട്ടി ഇപ്പോഴത്തേക്ക് കരയ്ക്ക് എത്തിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ വ്യക്തിയും ഇപ്പോൾ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ അവരെ ധരിപ്പിച്ചുകൊണ്ട് ഈ വടം കടത്തി ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. ശ്രുതി, 2 പേരെ രക്ഷിക്കാനായി എന്നുള്ളത് ആശ്വാസമാണ്. അപ്പോൾ ആ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. വെള്ളം നല്ല ഒഴുക്കുള്ള വെള്ളം തന്നെയാണ്. അതിലാണ് ഇപ്പോൾ അവർ കുടുങ്ങിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നത് കാണുമ്പോൾ ആശ്വാസമാകുന്നുണ്ട്. എന്നാലും എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തേക്ക്, കാരണം നമുക്കറിയാം കനത്ത മഴയാണ്, പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ അടക്കമുള്ള സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്താണ് ഇവർ ഇപ്പോൾ കുളിക്കാൻ ഇറങ്ങിയതാണെന്ന് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്ത് എത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്?
അത് കൃത്യമായി തന്നെ അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു, പുഴയിലേക്ക് ഇറങ്ങരുത്, ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നെല്ലാം. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അവിടെയുള്ള ആളുകളിൽ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഈ കുളിക്കാൻ ഇറങ്ങിയ ആളുകൾ അവിടുത്തെ പ്രദേശവാസികളാണ്. അവർ എല്ലാ ദിവസവും ഈ പുഴയിലേക്ക് തന്നെ എത്തിയാണ് കുളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ വനിത ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പുഴക്കരയിലേക്ക് അല്ലെങ്കിൽ ഈ പുഴയിലേക്ക് എത്തിയെന്നാണ്. ഏതായാലും ഇവരിൽ ഒരാളെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അവിടെ നടക്കുന്നത് ആ വനിത, ഇത് കുടുങ്ങിയ 4 സംഘത്തിൽ ഒരു വനിതയുണ്ട്. അവരെ ലൈഫ് ജാക്കറ്റും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് ഈ വടത്തിലൂടെ പിടിച്ച് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കരയ്ക്ക് എത്തിക്കുകയാണ്. രണ്ടാമത്തെ വ്യക്തിയെയും ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി 2 പേർ കൂടിയാണ് ഈ പാറയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെയും ഉടൻ തന്നെ കരയ്ക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരിന് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത്, ഈ 4 പേർ കുടുങ്ങിക്കിടന്നിരുന്ന 4 പേരിൽ 2 പേരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിരിക്കുന്നു. വനിത, കുടുങ്ങിക്കിടന്ന സംഘത്തിൽ ഒരു വനിതയുണ്ടായിരുന്നു, വൃദ്ധയായിരുന്നു. ആ വൃദ്ധയെ ഇപ്പോൾ ലൈഫ് ജാക്കറ്റും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ കരയ്ക്ക് എത്തിച്ചിരിക്കുന്ന ഒരു ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത്. ചിറ്റൂരിൽ നിന്നും അതുപോലെ തന്നെ പാലക്കാട് നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ അവിടെ കുടുങ്ങിക്കിടന്ന ആളുകൾക്ക് ധരിപ്പിച്ച് പിന്നീട് ഈ വടവുമായി ബന്ധിപ്പിച്ച് അത് കെട്ടി ഓരോ ആളുകളെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത്. 2 പേരെയാണ് ഇപ്പോൾ പൂർണ്ണമായും കരക്കെത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റു ആളുകളെ ഉടൻ തന്നെ കരക്കെത്തിക്കും എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പാലക്കാട് ചിറ്റൂർ പുഴയിലാണ് കുളിക്കാൻ ഇറങ്ങിയ 4 പേർ കുടുങ്ങുകയുണ്ടായത്. പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇവർ ഇവിടെ കുടുങ്ങിയത്. നർണി ആലാംകടവ് കോസ്വേക്ക് താഴെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ 2 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 2 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.